കഥ തുടങ്ങുന്നത് ഒരു മൃതദേഹം പോലീസ് കണ്ടെടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. മരിച്ചിരിക്കുന്നത് ഒരു പയ്യനാണ്. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് വ്യക്തമല്ല. ആരാണ് മരിച്ചതെന്നും നമുക്കറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ചില കാര്യങ്ങളാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായ ലീ എന്ന പയ്യൻ വീട്ടിലേക്ക് വരും വഴി അവനെ കുറച്ച് കുട്ടികൾ ബുള്ളി ചെയ്യുന്നു. ഇതവന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അവന്മാര് തൊന്തരവ് ചെയ്ത് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പതിയെ നടന്ന് ലീ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഇടവഴിയിൽ അവനൊരു കാഴ്ച കണ്ട് അങ്ങനെ സ്റ്റക്കായി പോകുന്നത്. അവിടെ ചോരയിൽ കുളിച്ചൊരു പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ലീ പഠിക്കുന്ന അതേ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് യൂണിഫോമിൽ നിന്ന് വ്യക്തമാണ്. അവൻ അത് നോക്കി ആകെ പേടിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മറ്റു രണ്ട് പയ്യന്മാർ കൂടി വരുന്നു. അതിൽ ഒരാളുടെ പേര് ലിന്നെന്നും മറ്റേ പേര് എ എന്നുമാണ്. ഇവർ മൂന്നുപേരും അങ്ങനെ ഈ മൃതദേഹം കാണുന്നു. ഈ മൂന്നുപേരും ഈ മരിച്ച പെൺകുട്ടിയും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ ഈ പയ്യന്മാർക്ക് മൂന്നു പേർക്കും തമ്മിൽ പരസ്പരം അങ്ങനെ പരിചയമൊന്നുമില്ല. ഒരു സ്കൂളിലാണ് എന്ന് മാത്രം അറിയാം. അങ്ങനെ ഇവർ ഈ മൃതദേഹം കണ്ടതിനെ പറ്റി പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. പോലീസ് അവരോട് ബേസിക് ആയിട്ടുള്ള ആ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് ബേസിക് ആയിട്ടുള്ള ആ ഒരു മൊഴിയെടുപ്പിന് ശേഷം അവരെ കൗൺസിലറിന്റെ അടുത്തേക്ക് വിടുന്നു. സ്കൂളിന്റെ സഹായത്തോടെ ഈ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് നൽകാനായിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഇവർ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇത്ര കൊടൂരമായ ഒരു രീതിയിൽ മൃതദേഹം കണ്ടത് അവരുടെ മനസ്സിനെയൊക്കെ ബാധിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവര് മൂന്നുപേരും തമ്മിൽ അങ്ങനെ മുൻപരിചയമോ മുന്നേ എന്തെങ്കിലും കോൺവെർസേഷൻസോ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി ഇവിടെ കൗൺസിലിംഗിന് വന്ന സമയത്താണ് അവിടെ ഇരുന്ന് ഇവര് മൂന്നുപേരും തമ്മിൽ സംസാരിച്ച് പെട്ടെന്ന് ഫ്രണ്ട്സ് ആകുന്നത്. ഇപ്പൊ മരിച്ച പെൺകുട്ടിയുടെ പേര് സിയ എന്നാണ്. സിയയുടെ മൃതദേഹം കണ്ട ആ സ്ഥലത്തിനടുത്ത് തന്നെ വലിയൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ 5ാമത്തെ നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സിയ താമസിക്കുന്നത്. അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്ന് പോലീസ് നിഗമനത്തിലെത്തുന്നു. അങ്ങനെ അതിനെപ്പറ്റി വാർത്തകളൊക്കെ പത്രത്തിൽ വരുമ്പോ ഇവർക്ക് മൂന്നുപേർക്കും ഒരു കൗതുകം. അവരാദ്യമായി കണ്ട ഒരു ലൈവ് മൃതദേഹമായിരുന്നല്ലോ അത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സിയെ പറ്റി ഇവർ കൂടുതൽ അന്വേഷിക്കാനായി തുടങ്ങുന്നു. സ്ട്രേഞ്ചേഴ്സ് ആയിരുന്ന മൂന്നുപേരെ ഫ്രണ്ട്സ് ആക്കി മാറ്റിയതും അതേ കാര്യമാണല്ലോ. അങ്ങനെ സിയെ പറ്റി അന്വേഷിക്കുമ്പോൾ സിയ വളരെ കർക്കശക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു എന്നിവർ കണ്ടെത്തുന്നു. സിയ ഇവരുടെയൊക്കെ സീനിയർ ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ച പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പലരോട് അന്വേഷിച്ചാണ് ഇവർ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് സിയയുടെ സംസ്കാര ചടങ്ങ് നടത്തുന്നത്. സിയ മരിച്ച ഉടനെ തന്നെ അവളുടെ സംസ്കാരം നടത്തിയില്ല. കാരണം അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ അമ്മ എത്തിക്കഴിഞ്ഞ് സംസ്കാര ചടങ്ങ് നടത്താൻ പോകുന്നു എന്ന വാർത്ത അറിയുമ്പോൾ നമുക്കും ആ സംസ്കാരത്തിൽ പോയി പങ്കെടുത്താലോ എന്ന് ലീ ചോദിക്കുന്നു. നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ലിന്നും എയും ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പൊക്കൂടാ, നമ്മളല്ല മൃതദേഹം കണ്ടത്, അതുകൊണ്ട് പോകാന്ന് പറഞ്ഞ് ലീ ആണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ അവിടെ എത്തി ഇവർ മൃതദേഹം കണ്ട് പോകാനായി നിൽക്കുന്ന സമയത്താണ് സിയയുടെ അമ്മ ഫോൺ വിളിച്ച് വരുന്നത് ഇവർ കാണുന്നത്. മോളുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവാ, എനിക്കിവിടെ നിന്ന് ആ മോളുടെ ഓർമ്മ വരും എന്നൊക്കെ അമ്മ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിയുമ്പോഴാണ് ഇവരെ കാണുന്നത്. ഉടനെ അമ്മ നിങ്ങൾ ആരാ, സിയ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഈ മരിച്ച പെൺകുട്ടിയെ പറ്റി ഇവർക്ക് ABCD അറിയില്ലെങ്കിലും ഏതുകൊണ്ട് അവളെ നന്നായി അറിയാവുന്ന പോലെ ഞങ്ങൾ അവളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ലീ അങ്ങ് തട്ടിവിടുന്നു. അത് കേൾക്കുന്ന അമ്മയ്ക്ക് വലിയ അതിശയം. എന്റെ മകൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ മകളെ അവസാനമായി ജീവനോടെ കാണുന്നത് അവളുടെ ബർത്ത്ഡേ ദിവസം. അതിനുശേഷം ഞാൻ ഈ കോലത്തിലാ എന്റെ മോളെ കാണുന്നതെന്ന് പറഞ്ഞ് അമ്മ സങ്കടപ്പെടുന്നു. ആ സമയത്താണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സിയയുടെ അമ്മ വിദേശത്തേക്ക് ജോലി സംബന്ധമായി പോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അവളുടെ ബർത്ത്ഡേ. അമ്മ റൂമിലുള്ള സിയയോട് എന്തോ ഒന്ന് പറയാനായി ഡോറിൽ വന്ന് തട്ടുമ്പോൾ അവള് ഡോറ് തുറക്കുന്നേയില്ല. ഡോറിന്റെ താഴെ ഇരുന്നിട്ടും എന്തോ ഒന്ന് ആലോചിച്ച് വല്ലാതെ സങ്കടപ്പെടുന്ന അവൾ ഡോറ് തുറക്കാൻ കൂട്ടാക്കിയതേ ഇല്ല. അമ്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമാകുന്നത് കൊണ്ട് അമ്മ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിനക്ക് ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അമ്മ പോകുന്നത്. ആ സംഭവം ഓർത്തെടുക്കുന്ന അമ്മ പിന്നീട് ഇപ്പോഴാണ് താൻ മകളെ അതും ഈ നിലയിലാണ് കാണുന്നത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ സിയയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ലീക്ക് ഒരു കാര്യം തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് പോലെ മുകളിൽ നിന്ന് വീണ് മരിച്ചതാകട്ടെ അതൊരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ അതിന് ആത്മഹത്യ എന്നല്ലേ അർത്ഥം. എന്തിനായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തത്? ഒരുപക്ഷെ ആരെങ്കിലും പേടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കാരണം അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതായിരിക്കോ? ആണെങ്കിൽ അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും അവള് കാരണമല്ലേ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയത്. അതുകൊണ്ട് നമുക്ക് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് മൂന്നുപേരും അവിടേക്ക് ചെല്ലുന്നു. ഡോറ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ആരും തന്നെ താമസവുമില്ല. ഈ സമയം ബാൽക്കണിയിലേക്ക് വലിഞ്ഞു കയറി അതുവഴി അകത്തേക്ക് കടന്ന് ലീക്കും ലിന്നിനും മെയിൻ ഡോറ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ അകത്തേക്ക് കടക്കാണ്. മൂന്നുപേരും അവിടെ ഓരോന്നും തിരയുന്നു. അല്പം കഴിഞ്ഞ് ശരി ഇനിയൊന്നും കിട്ടില്ല, നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ആ സമയത്ത് സിയയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അവളുടെ ഡയറി വായിച്ച ലീ അതിൽ നിന്ന് സംശയം തോന്നിയ ഒരു താള് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. ആ താളിൽ എഴുതിയിരിക്കുന്നത് സിയെ അവളുടെ സ്കൂളിൽ പതിവായി ബുള്ളി ചെയ്യാറുണ്ടായിരുന്ന മായി എന്ന ഒരു പെൺകുട്ടിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നു. മായാണ് എല്ലാത്തിനും കാരണമെന്ന് അതിൽ സിയ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന ഇവർക്ക് അപ്പോൾ മായാണ് സിയയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് മനസ്സിലാവുന്നു. മായും ഇവർ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് സിയുമായിട്ടുള്ള റിലേഷനെ പറ്റിയും ഒക്കെ അന്വേഷിക്കുന്ന സമയത്താണ് കുറച്ച്
ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നത്. മായി പതിവായി സിയെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്നു. അതും അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവളുടെ മുടിയൊക്കെ വെട്ടി അങ്ങനെ ഒരുപാട് ക്രൂരമായിട്ടായിരുന്നു അവളോട് പെരുമാറാറുണ്ടായിരുന്നത് എന്നിവർക്ക് മനസ്സിലാവുന്നു. അത്രത്തോളം ദ്രോഹിച്ചത് കൊണ്ടാണ് സിയ ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നുന്ന ഇവർ മായയുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ കൊടുക്കാനായി തീരുമാനിക്കുന്നു. അവളെ അങ്ങനെ വെറുതെ വിടാൻ താല്പര്യപ്പെടാത്ത ഇവർ സ്കൂളിന്റെ അടുത്തായിട്ടുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവൾക്കിട്ട് പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മായയെ ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിക്കാനായി അവരൊരു പ്ലാൻ ചെയ്യുന്നു. അതുപ്രകാരം മായി സ്കൂൾ ജിമ്മിൽ പോകാനായി ബാഗൊക്കെ ലോക്കറിൽ വെക്കാൻ പോകുന്ന സമയം അത് കണ്ടു നിന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് തട്ടിപ്പറിച്ചു ഓടുന്നു. അവൾ ബാഗ് താടാന്ന് പറഞ്ഞ് പിറകെ ഓടുകയാണ്. ഇവൻ നല്ല സ്പീഡില് സ്കൂൾ കോമ്പൗണ്ട് കഴിഞ്ഞ് അല്പം മാറിയുള്ള ആ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഓടുന്നത്. അവളും ബാഗിന് വേണ്ടി പിറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഇവൻ ഓടി വന്ന് ബാഗ് ഒരു സ്പെസിഫിക് സ്പോട്ടിൽ വെക്കുന്നു. എന്നിട്ട് ഇവൻ അവിടെ മറിഞ്ഞിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഓടി വന്ന് ആ ബാഗ് എടുക്കുന്ന അവൾ അപ്പോഴാണ് താൻ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് ഓടി വന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവൾ ആകെ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവർ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സിയെ പോലെ യൂണിഫോം ധരിച്ച ഒരു ഡമ്മി താഴേക്ക് തൂക്കി ഇവർ പേടിപ്പിക്കുന്നു. അവൾ പേടിച്ച് ഓടിച്ചെന്ന് ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. അത് കണ്ട് മറിഞ്ഞു നിന്ന് 3 പയ്യന്മാരും സന്തോഷിക്കുന്നു. ഇവളെ ഇങ്ങനെ കൊണ്ടുവന്ന് പേടിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കുളത്തിലേക്ക് ചെന്ന് ചാടി അവിടെ നീന്തി കളിക്കാണ്. ഇതേ സമയം കുഴിയിൽ വീണ് മായി പതിയെ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനായി നോക്കുന്നു. പിന്നെ മായിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടില്ല. നമ്മൾ പിന്നീട് കാണുന്നത് കുളത്തിൽ കുളിക്കുന്ന ഈ 3 പേരെയാണ്. നീന്തുന്നതിന്റെ ഇടയിൽ അടിത്തട്ടിലുണ്ടായിരുന്ന ഒരു വള്ളിച്ചെടിയിൽ ലിന്നിന്റെ കാല് തട്ടുന്നു. അവൻ പെട്ടെന്ന് അതിലേക്ക് വലിച്ച് തന്നെ ആരോ എടുക്കുന്നത് പോലെ തോന്നി പേടിച്ച് കൈയും കാലും ഇട്ട് അടിക്കുമ്പോ അത് കാണുന്ന ലീ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ സേഫ് ആക്കാൻ നോക്കുന്നു. പക്ഷെ ഇവൻ വെപ്രാളത്തില് കൈമുട്ടെടുത്ത് ലീയുടെ കഴുത്തിന്റെ മുഖത്തിന്റെ ആ ഒരു ഇടഭാഗത്ത് ഒരെണ്ണം കൊടുക്കുന്നു. ആ അടി കിട്ടിയ ഉടനെ തന്നെ അത് മർമ്മമായതുകൊണ്ട് ലീ പതിയെ മയങ്ങി വെള്ളത്തിലേക്ക് വീഴുന്നു. ഇതേ സമയം ലിൻ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് കാണുന്നത്. അവൻ ഓടിയെത്തി ലിന്നിനെ അവിടെ നിന്ന് നീന്തി കരക്കെത്തിക്കുന്നു. പക്ഷെ അപ്പോഴും അവൻ ലീ ഇങ്ങനെ വെള്ളത്തിനടിയിലേക്ക് വീണത് കണ്ടിരുന്നില്ല. കരയിലേക്ക് എത്തിക്കഴിഞ്ഞ് ലീ എവിടെയെന്ന് ആലോചിക്കുമ്പോഴാണ് അവനെ കാണുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. വേഗം തന്നെ വെള്ളത്തിലേക്ക് ചാടുന്നു. അവൻ ഇവിടെ ലീയെ തിരക്കുന്ന ഈ സമയം കരയിലിരിക്കുന്ന ലിന്നിന് താൻ അറിയാതെ മർമ്മത്തിൽ തന്നെ ശക്തിയിൽ ഇടിച്ചതുകൊണ്ടാണ് ലീ മയങ്ങി വെള്ളത്തിലേക്ക് പോയത്. അവൻ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ എപ്പോഴും നീന്തി വന്നേനെ. അവൻ മരിച്ചെങ്കിൽ തന്റെ പേരിൽ കൊലപാതക കുറ്റമാവും, തന്റെ ജീവിതം തകരും എന്ന ഒരു തിരിച്ചറിവ് അവന് വല്ലാത്തൊരു പേടി ഉണ്ടാക്കുന്നു. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടുന്നു. വെള്ളത്തിൽ ലീയെ തപ്പിയിട്ട് അവനെ കണ്ടെത്താനായി എയ്ക്ക് സാധിച്ചില്ല. കൂടാതെ കരയിലിരുന്ന് ലിന്നും ഓടിപ്പോയി. പന്തികേട് തോന്നുന്ന ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസുകാരെത്തി കുളത്തിന്റെ അടിത്തട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന ലീയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. അങ്ങനെ ഈ ഒരു മൃതദേഹം പോലീസ് കണ്ടെടുക്കുന്ന സീനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. അപ്പോൾ ആരായിരുന്നു ആ മരിച്ച പയ്യനെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ലീ ആയിരുന്നു. അങ്ങനെ ഇത് എല്ലാവരും അറിയുന്നു. പക്ഷെ ആളുകൾക്ക് ലീയുടെ കൂടെ ആ കുളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അറിയൂ. കാരണം പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ലിൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എയ്ക്ക് ഈ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എല്ലാവരും സംശയിക്കുന്നു. എല്ലാവരും തന്നെ സംശയത്തോടെ നോക്കുമ്പോഴും ആകട്ടെ ഞങ്ങളുടെ കൂടെ ലിൻ ഉണ്ടായിരുന്നു, അവൻ എന്തോ ചെയ്തതുകൊണ്ടാണ് ലീ മരിച്ചത് എന്നൊന്നും ആരോടും പറയാൻ നിൽക്കുന്നില്ല. ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ജീവിക്കുന്ന ലിന്നിന് ഓരോ നിമിഷവും വല്ലാത്ത കുറ്റബോധമാണ്. കാരണം അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൻ കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്നെങ്കിലും തനിക്ക് നേരെ ആ ഒരു കുറ്റം വരുമെന്ന് അവൻ വല്ലാതെ ഭയപ്പെടുന്നു. മരിച്ച ലീയുടെ സഹോദരി ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പെൺകുട്ടി എയുടെ അടുത്തേക്ക് എത്തി എന്തിനാ എന്റെ ചേട്ടനെ കൊന്നത് എന്ന് ചോദിച്ച് ആകെ ബഹളം വെക്കുന്നു. അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഇത് മാറി നിന്ന് കാണുന്ന ലിൻ അവളുടെ അടുത്തെത്തി നല്ലവനെ പോലെ അവളെ ആശ്വസിപ്പിക്കുന്നു. ലീയുടെ മരണത്തിൽ ആണ് എല്ലാവരും സംശയിക്കുന്നത്. അവന്റെ ക്ലാസ്സിൽ പോലും കുട്ടികൾ അവൻ ഇരിക്കുന്ന ഡെസ്കില് നീ കൊലയാളിയാണ് എന്നൊക്കെ കുറ്റപ്പെടുത്തി കുത്തുവാക്കുകളൊക്കെ എഴുതുന്നു. അവൻ ആകെപ്പാടെ മനസ്സുമെടുത്ത് ഇനി സ്കൂളിലേക്കില്ല എന്ന് തീരുമാനിച്ച് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അയച്ചിരിക്കുന്നത് മായിയാണ്. നീയാണ് എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി പേടിപ്പിച്ചത് എന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നാളെ ഞാൻ പറയുന്നിടത്ത് വന്ന് എന്നെ കണ്ടോ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ടെന്ന് അവൾ ഒരുമാതിരി ഭീഷണി പോലെ പറയുമ്പോൾ ഇവൻ അവളെ കാണാനായി അവൾ പറഞ്ഞതുപോലെ സ്കൂളിലേക്ക് അടുത്ത ദിവസം ചെല്ലുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവനെ കാണുമ്പോൾ അവൾ ആകെപ്പാടെ ഇവനോട് പൊട്ടിത്തെറിക്കുകയാണ്. നിന്നെ അന്ന് കാണുന്നതിന് മുന്നേ നീ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണെന്ന രീതിയിൽ ഒന്നും തന്നെ എനിക്ക് നിന്നെ അറിയില്ലായിരുന്നു. നീയും ഞാനുമായിട്ട് എന്റെ അറിവിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ അന്ന് എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പേടിപ്പിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ സിയോട് ചെയ്തതിന്റെ ഒരു അംശം പോലും നിന്നോട് ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തായാലും നിനക്ക് അത്രയെങ്കിലും തരാൻ പറ്റില്ല എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ
സിയയുടെ കാര്യം എന്തിനാ ഇവൻ പറയുന്നത്? എന്താ കാര്യമെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന അവൾ അതിനെപ്പറ്റി വീണ്ടും അവനോട് ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. മര്യാദയ്ക്ക് ചോദിച്ചാ ഇവൻ ഒന്നും പറയില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അന്ന് എന്നെ കാട്ടിൽ കൊണ്ടുപോയ ശേഷം അവിടെ നടന്ന കാര്യങ്ങള് ഞാൻ കണ്ടിരുന്നു. നീ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നത് പോലെ നീയോ ഇപ്പൊ മരണപ്പെട്ട ലിയോ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. മൂന്നാമതൊരു പയ്യനും കൂടി അവിടെ ഉണ്ടായിരുന്നു. അവൻ ആരാ എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരാളെ ഞാൻ അവിടെ കണ്ടിരുന്നു. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ഞാൻ എല്ലാവരോടും പറയണ്ടെങ്കിൽ കാര്യം പറയാന്ന് അവൾ ആവശ്യപ്പെടുമ്പോ ഇവനാകെ ഭയപ്പെടുന്നു. എന്തായാലും ലിന്നിനെ ഈ കാര്യത്തില് ഒറ്റുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവളെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് കാണുമ്പോ കാര്യങ്ങൾ അവളോട് പറയാണ്. അതായത് സിയെ ഇതുപോലെ മായി ബുള്ളി ചെയ്യുന്നു എന്ന് അവൾക്ക്, ഇതുപോലെ സിയ മായ മൂലം ബുള്ളി ചെയ്യപ്പെടുന്നു, മായ ഒരുപാട് അവളെ ഉപദ്രവിക്കുന്നു എന്ന് അവൾ അവളുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. ഇത് കേൾക്കുന്ന മായ ആകെപ്പാടെ ഷോക്കാവുന്നു. നിങ്ങൾ എന്തേ പറയുന്നത്? ഞാനും അവള് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ഞാൻ ലൈബ്രറിയിൽ സ്ട്രേഞ്ചർ എന്ന ഒരു ബുക്ക് തിരിച്ചു വെക്കാനായിട്ട് പോയ സമയം അവിടെ അവളുടെ ഡയറി കണ്ടിരുന്നു. ഞാനിത് ജസ്റ്റ് എടുത്തു നോക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചു. എനിക്ക് ഒന്നും തന്നെ നിങ്ങൾ ഈ പറയുന്നതിനെ പറ്റി അറിയില്ല എന്ന് മായി പറയുമ്പോ വേഗം തന്നെ ലൈബ്രറിയിലേക്ക് ചെല്ലുന്നു. അവിടെ സ്ട്രേഞ്ചർ എന്ന ബുക്ക് ഏത് റാക്കിലാണ് ഇരിക്കുന്നതെന്ന് തപ്പി അവൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആ ബുക്കില്ല, പകരം അവിടെ നിന്ന് അവന് സിയയുടെ ഡയറി കിട്ടുന്നു. ആ ഡയറിയിൽ അവളുടെ ജീവിതമാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത്. അവൾ നേരിടുന്ന സങ്കടങ്ങൾ, കുട്ടിക്കാലം മുതലേ നേരിടുന്ന ഒറ്റപ്പെടൽ, സ്കൂളിൽ മാത്രമല്ല വീട്ടിലും ഒറ്റപ്പെടലായിരുന്നു അവൾ അനുഭവിച്ചിരുന്നത്. സ്കൂളിൽ കൂട്ടുകാരില്ലാത്തതുപോലെ വീട്ടിൽ അവൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ജോലി തിരക്കുകൾ മൂലം ബർത്ത്ഡേക്കൊന്ന് നേരിട്ട് വിഷ് പോലും ചെയ്യാൻ മെനക്കെടാതെ അമ്മ പേരിന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ച് പോകുന്നു എന്നെല്ലാം അവൾ അതിൽ കുറിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസമാണ് സ്കൂളിൽ പതിവായി ബുള്ളി ചെയ്യുന്ന ചില ഗേൾസ് അവളെ അപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ട് മായി ഇവൾക്ക് വേണ്ടി സംസാരിച്ചത്. അതിനുശേഷം സിയയ്ക്ക് മായോട് കൂട്ടുകൂടണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ തുടങ്ങണം എന്നറിയാത്തത് കൊണ്ട് അതിന് മുതിർന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവസരം ഒത്തു വന്നതുപോലെ ഒരു ദിവസം ലൈബ്രറിയിൽ മായും സിയും കോയിൻസിഡൻസ് ആയി ഒരേ ബുക്കിന് വേണ്ടി പിടിക്കുന്നത്. നമ്മുടെ അനിയത്തിപ്രാവ് സിനിമയില് ലവ് ആൻഡ് ലവ് ഓൺലി ബുക്കിന് കുഞ്ചാക്ക ബോബനും ശാലിനിയും പിടിക്കുന്നത് പോലെ തനിക്ക് ആ ബുക്ക് വേണമെങ്കിലും അത് എടുക്കാതെ സിയ അത് എടുക്കട്ടെ എന്ന് കരുതി മായ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം സിയ അവളുടെ ഡയറി ഇവിടെ വെച്ച ശേഷം ആ ബുക്ക് അവളുടെ പേരിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നു. അടുത്ത ദിവസം അവൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് മായയെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. നീ വായിച്ചു എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. മായ ഈ ബുക്ക് വായിച്ചിട്ട് തിരിച്ച് ലൈബ്രറിയിൽ ആ റാക്കിൽ കൊണ്ട് വെക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവൾ തന്റെ ഡയറി കാണും. അതിൽ നിന്ന് താൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചവൾക്ക് തനിക്ക് അവളോട് കൂട്ടുകൂടാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാകും. അങ്ങനെ ഫ്രണ്ട്സ് ആകാം എന്നെല്ലാമാണ് സിയ കണക്ക് കൂട്ടിയത്. നേരിട്ട് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ രീതിയിൽ അവൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ ബുക്ക് തിരിച്ചു വെക്കാനായി അവിടേക്ക് മായി എത്തിയെങ്കിലും അവൾ ആ ഡയറി അവിടെ കണ്ടെങ്കിലും അതിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ വായിച്ചില്ല. ഇതേ സമയം ഡയറിയുടെ അടുത്ത പേജ് മറിക്കുന്ന ഒരു കാര്യം കണ്ട് ആകെ ഷോക്കാവുന്നു. അത് എന്താണെന്ന് വെച്ചാൽ സിയ മരിച്ച ശേഷം അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് ഇവർ അവിടെ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് അന്വേഷിച്ചിരുന്നല്ലോ. ആ സമയം ലീക്ക് അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടിയിരുന്നു. അതിൽ മായാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന രീതിയിൽ സിയ എഴുതിയിട്ടുണ്ടെന്ന് ലീ പറഞ്ഞിട്ടുമുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അതൊന്നും ചെയ്തത് സിയ ആയിരുന്നില്ല, മറിച്ച് അത് ലീ ആയിരുന്നു. അവനെന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന സമയം അവിടെ വെച്ച് ഇവളുടെ ഡയറി കിട്ടി. ആ ടീം അത് ഓടിച്ചു നോക്കുന്ന അവൻ അതിൽ മായയുടെ പേര് കാണാൻ സാധിച്ചു. തുടർന്ന് ഇവനാണ് അതിൽ മായയാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന രീതിയിൽ എഴുതി വെച്ചത്. കൂടാതെ അത് തന്റെ കൂട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച മായയെ പറ്റി അന്വേഷിക്കാനായി ഇവനാണ് മുൻകൈ എടുത്തത്. ഇവൻ തന്നെയാണ് മായി സിയെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്നു എന്ന് കൂട്ടുകാരോട് പറഞ്ഞത്. അല്ലാതെ അവരാരിൽ നിന്നും പറഞ്ഞു കേട്ടതല്ല. താൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇവൻ ഇതൊക്കെ പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചു. അങ്ങനെ എല്ലാത്തിലും ലീ മുൻകൈ എടുത്താണ് ഇവരെ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ലീ അത് ചെയ്തത് സിയയുടെ മരണത്തിലൂടെ അവന് കിട്ടിയ ഈ രണ്ട് കൂട്ടുകാർ അവനെ വിട്ട് പോകാതിരിക്കാനായിട്ടാണ്. കൂട്ടുകാരൊന്നും തന്നെ ഇല്ലാതെ ബുള്ളി ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ലീക്ക് അന്ന് സിയയുടെ മൃതദേഹം കണ്ട ദിവസമാണല്ലോ ഇവരെ കൂട്ടുകാരായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റി എങ്ങനെങ്കിലും തങ്ങളുടെ സൗഹൃദം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം, ഇവരെ തന്നിൽ നിന്ന് അകന്നു പോകാൻ സമ്മതിക്കരുത് എന്ന കാര്യം കൊണ്ടാണ് ഇവൻ അവളുടെ മരണത്തിന് ഉത്തരവാദിയായ ആളെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടുപിടിച്ചത്. ഇവരത് വിശ്വസിച്ച് വരികയും ചെയ്തു. പക്ഷെ അതിലൊരു അപകടത്തിൽ അവൻ മരിക്കുകയും ചെയ്തു. എന്തായാലും സിയയുടെ മരണത്തിന് ആരും തന്നെ ഉത്തരവാദിയല്ല. പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ പോലെ മായി ഉത്തരവാദിയേ അല്ല. ഇതെല്ലാം ലീയുടെ ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന വേഗം തന്നെ അതിനെപ്പറ്റി ലിന്നിനോട് പറയണമെന്ന് കരുതുന്നു. പക്ഷെ അപ്പോഴേക്കും ലിൻ ആകെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ലീയുടെ മരണത്തിന് താനാണ് ഉത്തരവാദി, താൻ അവനെ ഇടിച്ചാണ് അവൻ മരിച്ചതെന്ന് അറിഞ്ഞാൽ തന്റെ ജീവിതം തകരുമല്ലോ എന്ന പേടിയിൽ ലീ മരിച്ച അതേ കുളത്തിന്റെ അവിടേക്ക് തന്നെ ലിൻ പോയി നിൽക്കുന്നു. സ്കൂളിൽ ലിന്നിനെ അന്വേഷിച്ചിട്ട് കാണാതെ അവൻ അവിടെ ചെന്ന് തിരക്കുകയാണ്. ഈ ഡയറി കാണിച്ചിട്ട് ഇത് വായിക്കാനായി പറയുമ്പോ ഒന്നാമത് സ്വസ്ഥതയില്ലാതെ ആകെ പേടിച്ച് നിൽക്കുന്നവൻ അത് വായിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവൻ ഇത് വായിക്കാതെ ഇവനോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഇവന്റെ തലയിൽ കയറില്ല എന്ന്
മനസ്സിലാക്കുന്ന അവനുമായി അതിന്റെ പേരിൽ വഴക്കിടുന്നു. ഡയറി ഒരു രീതിയിലും വായിക്കാതെ അതവൻ വലിച്ചെറിയുമ്പോ അവനെ അടിയിലൂടെ കീഴ്പ്പെടുത്തി അത് നിർബന്ധപൂർവ്വം വായിപ്പിക്കുകയാണ് അങ്ങനെ അത് വായിക്കുമ്പോഴാണ് ഈ ഒരു ഡയറി അന്ന് അപ്പാർട്ട്മെന്റിൽ കണ്ടു, അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലീ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയ കാര്യങ്ങളുടെ സത്യാവസ്ഥ അവന് മനസ്സിലാകുന്നത്. ലീ തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി തങ്ങളെ അവന്റെ ജീവിതത്തിൽ കൂട്ടുകാരായി നിലനിർത്താനായി ശ്രമിച്ചത് ഒടുക്കം അവന്റെ തന്നെ ജീവനെടുത്തു. ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമല്ലല്ലോ, അതൊരു ആക്സിഡന്റിൽ സംഭവിച്ചതല്ലേ. അവൻ അന്ന് ഇങ്ങനെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് തങ്ങളെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന തോന്നലാണ് രണ്ടുപേർക്കും ഉണ്ടാകുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത് ഇറങ്ങുന്ന സമയം അതൊരു സാധാരണ മരണമാണ്, അവൾ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് പോലീസുകാര് കണ്ടെത്തിയതിനെ തുടർന്ന് ആ ഒരു സ്വാഭാവിക മരണത്തെ ആത്മഹത്യയാക്കിയതും തുടർന്ന് അതിന് പിന്നിലെ ആളിനെ അന്വേഷിച്ചിറക്കിയതുമെല്ലാം ലീയുടെ കുരുട്ടുബുദ്ധി മാത്രമായിരുന്നു. എന്തായാലും ആ ബുദ്ധി തന്നെ അവന്റെ ജീവനെടുത്തു. ഈ സമയത്താണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. പോലീസ് നിഗമനത്തിലെത്തിയതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് സ്വാഭാവികമായും വീണ് മരിച്ചതാണ് സിയ. അവൾ അന്ന് ബാൽക്കണിയിൽ നിന്നപ്പോൾ അമ്മ നൽകിയിട്ട് പോയ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയ ആ ഒരു ചെയിൻ അവൾ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ജോലി തിരക്കുകൾ കാരണം ഇവളെ മൈൻഡ് ആക്കാറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആ ചെയിനിൽ നോക്കി നിൽക്കുന്ന സമയത്ത് അത് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് ആ ചെയിൻ പിടിക്കാനായി ശ്രമിക്കുന്ന അവൾ കാല് വഴുതി ബാൽക്കണിയിൽ നിന്ന് വീഴുകയായിരുന്നു. 5ാമത്തെ നിലയിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ അവൾ ആഴത്തിൽ മുറിവേറ്റ് ഓൺ ദ സ്പോട്ട് മരിച്ചു. ഇതാണ് അന്ന് സംഭവിച്ചത്. അങ്ങനെ ആ ഒരു മരണത്തിന് പിന്നിലെ ദുരൂഹത ഇവിടെ നീക്കിക്കൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ലിന്നിനും എയ്ക്കും ലീയുടെ മരണത്തിൽ അവർക്ക് യാതൊരു കുറ്റബോധവും തോന്നേണ്ട കാര്യമില്ല എന്നും മനസ്സിലായിരിക്കുന്നു. സൗഹൃദങ്ങളെ നിലനിർത്താനായി പറഞ്ഞ ഒരു കള്ളം അത് പറഞ്ഞു പരത്തിയവന്റെ തന്നെ ജീവൻ എടുത്തത് എങ്ങനെയെന്ന ആ ഒരു ട്വിസ്റ്റോട് കൂടി ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.